നിന്റെ ഇളയ മകനില്ലേ പുഷ്പാങ്കതൻ, നെല്ല് കുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് നോവ് തുടങ്ങിയത്. ഒന്നപ്പുറത്തോട്ട് മാറി 10 നമ്മുടെ നാട്ടുപുറത്തൊക്കെ സ്ഥിരം കേൾക്കാറുള്ള കഥയാണല്ലോ ഇത്. ഞാൻ ജോലി ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി പ്രസവിച്ച് തിരിച്ചു വന്നു. ഇപ്പം ഞങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് പ്രസവം ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് തീരെ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് ഇത്രയും മെഡിക്കൽ കെയറിന് ആക്സസ് ഇല്ല. അന്ന് അവർ കുറേ പേര് സ്ട്രഗിൾ ചെയ്തു. സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാർക്ക് മരണം വരെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് സർവൈവർഷിപ്പ് ബയസാണിത്. ഡെലിവറി അല്ലെ ലേബർ എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ എ കോമ്പറ്റീഷൻ. നമ്മൾ മദറിന് അല്ലെങ്കിൽ ചൈൽഡിൻ്റെ ആ ഒരു പ്രോസസ്സ് ഏറ്റവും കംഫർട്ടബിൾ എങ്ങനെ ആക്കാം എന്ന് വേണം എപ്പോഴും ചിന്തിക്കാൻ. ശരിയാണ്, ചിലർക്ക് ലേബർ ഭയങ്കര പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യും. നമ്മൾ പ്രിസിപ്പിറ്റേറ്റ് ലേബർ എന്നൊക്കെ പറയും. ലേബർ പെയിൻ വന്ന് വളരെ പെട്ടെന്നായിരിക്കും ഡയലേഷൻ നടന്ന് കുഞ്ഞു വരിക. അപ്പോഴും അതിൻ്റെതായുള്ള റിസ്ക് ഉണ്ട്. പെട്ടെന്നുള്ള ലേബർ ആകുമ്പോൾ ബ്ലീഡിങ്ങിനുള്ള സാധ്യത, പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഒക്കെ വരാനും ഷോക്കിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടും. ചില ആൾക്കാർ കുഴപ്പം കാണണമെന്നില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ 8 സെൻറ്റിമീറ്റർ വരെ ഭയങ്കര സ്പീഡിൽ പോയിട്ട് പിന്നത്തെ ലാസ്റ്റ് 2 സെൻറ്റിമീറ്റർ ഡെലിവറി ക്യാൻ ടേക്ക് അവേഴ്സ്. ചില ഫസ്റ്റ് ടൈം മദേഴ്സിനൊക്കെ 18 to 30 hours വരെയൊക്കെ ലേബർ ചെയ്യേണ്ടി വരാം. സോ ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ നമ്മൾ ഒരിക്കലും വി ഷുഡ് നെവർ പുട്ട് ഡൗൺ അതർ മദേഴ്സ്. എനിക്കിങ്ങനെ എളുപ്പമായിരുന്നു, അതുകൊണ്ട് നിനക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ, അല്ലെ പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് നീ എന്തേ ഇങ്ങനെ ചെയ്യാത്തതെന്ന് പറഞ്ഞ് എവറി ലേബറിങ് മദർ ഈസ് ഗോയിങ് ത്രൂ സ്ട്രഗിൾ. ഫിസിയോളജിക്കലി ആണെങ്കിലും ബോഡി വൈസ് ആണെങ്കിലും എക്സർഷൻ വൈസ് ഒക്കെ ആണെങ്കിലും ഇറ്റ്സ് എ വെരി വെരി ടഫ് ജോബ്. അപ്പോൾ ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലാണ്. വാട്ട് വി ഷുഡ് ഡു ഇസ് സപ്പോർട്ട് ഈച്ച് മദർ. ഓരോ മദറിനും അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണോ അതിന് സൊല്യൂഷൻ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇതിനെ ഒരു കോമ്പറ്റീഷനാക്കി പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ആയിരുന്നല്ലോ, പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ എന്ന് ചോദിക്കുന്ന അതൊക്കെ നിർത്തേണ്ട കാലം എന്നേ കഴിഞ്ഞു. വി നീഡ് ടു എൻകറേജ് മദേഴ്സ് ടു എംബ്രേസ് ലേബർ ഇൻ ദെയർ ഓൺ വേ. ഇപ്പോൾ ചിലവർക്ക് എപ്പിഡ്യൂറൽ വേണമായിരിക്കും, ചിലവർക്ക് പെയിൻ ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, ചിലവർക്ക് ലോങ് ലേബർ ആയിരിക്കും, അത്രയും സഹിക്കാൻ വയ്യാത്തപ്പോൾ സിസേറിയനിലേക്ക് പോകുന്നവർ കാണാം. ചിലവർക്ക് വളരെ പെട്ടെന്ന് ലേബർ ആയിരിക്കാം, പോസ്റ്റ് പാർട്ടം ആയിരിക്കാം ബുദ്ധിമുട്ട്. സോ ഈച്ച് മദർ, ഈച്ച് ലേബർ, ഈച്ച് ബേബി ഈസ് ഡിഫറെൻറ്റ്. വി നീഡ് ടു എനേബിൾ ആൻഡ് എൻകറേജ് mothers for safe and comfortable labor.